എങ്ങനെ അയ്യപ്പ സംഗമം നടത്തണമെന്നതിനെ സംബന്ധിച്ച് ഡയറക്റ്റീവ്സ് നൽകുന്നുണ്ട്. അതിലെ G&H അതാണിപ്പോ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞത്. നോ സ്പെഷ്യൽ പ്രിവിലേജസ് ഷാൽ ബി എക്സ്റ്റെൻഡ് ടു എനി പാർട്ടിസിപ്പന്റ്. നോ പ്രിവിലേജ് കാർഡ്സ് വെദർ അക്കിൻ ടു ക്ലബ് മെമ്പർഷിപ്പ് ഓർ അതർവൈസ് ഷാൽ ബി ഇഷ്യൂഡ്. All participants shall be treated solely as devotees of Lord Ayyappa and no special benefit or priority shall be accorded either for visiting the temple or any related purpose. അതായത് വരുന്ന ഒരാൾക്കും ഒരു പ്രത്യേക പ്രിവിലേജും കൊടുക്കാൻ പാടില്ല, പ്രത്യേക പ്രിവിലേജ് കാർഡോ പ്രിവിലേജ് മെമ്പർഷിപ്പോ ഉണ്ടാവാൻ പാടില്ല, ദർശനത്തിനും അങ്ങനെ VIP പരിഗണന പാടില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്ന് BJP പറയുന്നു. അതിനോട് പ്രതികരിക്കാം. അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കുറച്ച് VIP-കളെ സൃഷ്ടിക്കലല്ല ശ്രീ അഭിലാഷ്. അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അനുബന്ധ കാര്യങ്ങൾ മാത്രമാണത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്തസത്ത എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമം നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി തള്ളി എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവരുടെയും ധാരണ അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുവാദം കിട്ടിയെന്നാണ്. BJP-യുടെ പ്രതിനിധി വാദിച്ച് പ്രിവിലേജ് നഷ്ടപ്പെടുത്തുന്ന പ്രശ്നമാണ് ഇവിടെ വന്നത്. അതിൻ്റെ അനുബന്ധ കാര്യങ്ങളിൽ സ്പെഷ്യൽ പ്രിവിലേജ് വേണ്ടാന്ന് കോടതി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചാൽ ആർക്കാ തർക്കം? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സർവാത്മന സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് നടത്തണമല്ലോ. അതല്ലാതെ പ്രിവിലേജിൻ്റെ പ്രശ്നമല്ല അവിടെ ഉള്ളത്. രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നത് ഫണ്ട് സമാഹരണമാണോ എന്ന്. ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ ഫണ്ട് സമാഹരിക്കുന്നതിൽ എന്താ പെശക്? ഞങ്ങൾ റെയിൽവേ എഴുതി വിറ്റതുപോലെ വിറ്റില്ലല്ലോ, ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റില്ലല്ലോ, അതുപോലെ ശബരിമല ഞങ്ങൾ ആർക്കും എഴുതി കൊടുക്കുന്നില്ലല്ലോ. ഈ രാജ്യം മുഴുവൻ എഴുതി വിറ്റുകൊണ്ടിരിക്കുന്നവർ, അരുന്ധതി റോയിയുടെ ഭാഷയെ പറഞ്ഞാൽ 2 പേര് വിൽക്കുന്നു, 2 പേര് വാങ്ങുന്നു. ഈ കച്ചവടമല്ലല്ലോ ശബരിമല നടക്കുന്നത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി അഭിലാഷിൽ നിന്നോ പിന്നെ നമ്മുടെ പാനലിസ്റ്റുകളിൽ നിന്നോ പുറത്തെ ആളിൽ നിന്നോ അതിന് സംഭാവന കൊടുക്കുന്നെങ്കിൽ അത് ട്രാൻസ്പെറൻ്റായി ചെയ്യുന്നതിൽ എന്താ പെശക്? അതുകൊണ്ട് ഹൈക്കോടതി ഇതിനെ തള്ളിയില്ല എന്ന് ആദ്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ തത്വമസിയായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നമാണ്. ആർക്കാ തർക്കം? ഒന്ന്, ഈ സെമിറ്റിക് മതങ്ങൾ ക്രിയേഷനെയും ക്രിയേറ്ററെയും രണ്ടായിട്ടാണ് കാണുന്നത്. അവർ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അദ്വൈതവാദികൾ ഒരുമിച്ചാണ് കാണുന്നത്. ഈ അദ്വൈതവാദത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി ഹിന്ദുമതത്തിൽ എത്രയോ ധാരകളുണ്ട്, എത്രയോ വ്യത്യാസ ധാരകൾ ഹിന്ദുമതത്തിലുണ്ട്. ഒരർത്ഥത്തിൽ അദ്വൈതവാദികൾക്ക് വിഗ്രഹത്തെ ആരാധിക്കാൻ പറ്റില്ല. അങ്ങനെ ശ്രീനാരായണ ഗുരു വിഗ്രഹവിശ്വാസിയല്ല, ചട്ടമ്പി സ്വാമി വിഗ്രഹവിശ്വാസിയല്ല, വിവേകാനന്ദൻ വിഗ്രഹവിശ്വാസിയല്ല, സാക്ഷാൽ മഹാത്മാഗാന്ധി വിഗ്രഹവിശ്വാസിയല്ല. വിഗ്രഹത്തിൽ വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത ധാരയാണ്. ഇത് ഞങ്ങളുടെ ആശയമല്ല പറഞ്ഞത്. ഞങ്ങൾ അദ്വൈതത്തെ അംഗീകരിക്കുന്നവരെ മാനിക്കുന്നു, സെമിറ്റിക് മതങ്ങളെ മാനിക്കുന്നു. എല്ലാ മതങ്ങളും മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ഏതൊക്കെ ആയുധമെടുത്ത് ഉപയോഗിക്കുന്നോ അതിനെ ചെറുത്തുകൊണ്ട് മനുഷ്യരെ ഒരുമിപ്പിക്കാൻ ഏതൊക്കെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നോ അതിനെ സർവാത്മന സ്വീകരിക്കുന്നവരാ ഞങ്ങൾ. അതുകൊണ്ട് അത്തരം ഒരു വാദം ഉയർത്തി ഇതിനെ ഖണ്ഡിക്കേണ്ട കാര്യമില്ല.